കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒത്തിരി എളിമയും ഗുണകാരിയായ ചീര പരിപ്പ് കറിയാണ്. പരിപ്പിലെ പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡും ചീരയിലെ വൈറ്റമിനും ധാതുക്കളും ചേരുമ്പം ഈ കറിയിലെ പോഷക ഗുണങ്ങൾ നമുക്ക് കൂടുതൽ ശക്തമാക്കി തരുന്നുണ്ട്. 100 ഗ്രാം പരിപ്പും ചീര കറിയിൽ നിന്ന് നമുക്ക് 1 കിലോ മീൻ കഴിച്ചാൽ കിട്ടുന്ന ഒമേഗ 3 എന്ന ഫാറ്റ് നമുക്ക് ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ പാലക്ക് ചീരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പാലക്കിൻ്റെ പകരം ഏത് പച്ചച്ചീര വേണമെങ്കിലും പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൂട്ടാക്കി ഇങ്ങനെ നമുക്ക് കറി വയ്ക്കാം. ഞാൻ ഇതുപോലെ 2 കെട്ട് ചീരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ മൂടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒരു 3-4 വെള്ളം നല്ലോണം കഴുകി അതിനെ പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിവിടെ ഒരു 200 ഗ്രാം അടുപ്പിച്ച് സാമ്പാർ ഇടുന്ന തോരൻ പരിപ്പ് 2-3 വെള്ളം കഴുകി മാറ്റി ഒരു 15 മിനിറ്റ് വെള്ളത്തിലേക്ക് നമുക്ക് കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് പരിപ്പിനൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ച് ഞാനൊരു മൺപാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് പദശകലം ഒന്ന് മാറ്റിയതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞൾ പൊടിയും ശകലം എണ്ണയും കൂടെ 1/2 സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗം വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് പരിപ്പ് ചീരയോടെ ചേർത്ത് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 10-12 അടി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണ് ജീരകം, 4-5 പച്ചമുളക്, പിന്നെ 2 മീഡിയം സൈസ് സവോള ഞാനിവിടെ ഒരു വലിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ അതാണ് ഇതിന് ഏറ്റവും നല്ലത് ചീരയും പരിപ്പ് കൂട്ടിന്. നമുക്കിനി ആദ്യം വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒരു ഇടികലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ചതച്ച് മാറ്റി വയ്ക്കാം. ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് ഞാനൊരു മൺപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്ക് ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പച്ചമുളകും ഒരു വറ്റൽമുളകും ചേർത്ത് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ സവോള നമ്മൾ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവോള ഒത്തിരിയോളം അങ്ങോട്ട് മൂപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാലക്ക് ചീരയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ചീര നല്ലോണം നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് അടുപ്പിട്ട് അടച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ചീര നല്ലോണം വെന്ത് കിട്ടിയാലേ അതിൻ്റെ കുത്തൽ മണം ഒന്ന് മാറി കിട്ടുകയുള്ളൂ. എന്നുവെച്ച് നമുക്ക് കറിയിൽ ചീര നല്ലോണം കഴിക്കുമ്പോഴും നമുക്ക് ദഹനം ഉണ്ടാവുള്ളൂ, ചീര ദഹിച്ച് കിട്ടുകയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്ത് നോക്കി നോക്കാം. ഈ പാകത്തിന് ഈ പരുവത്തിനായിരിക്കണം പരിപ്പ് വേവിച്ചെടുക്കുന്നത്. നല്ലോണം വെന്ത് അങ്ങ് ഉടഞ്ഞിട്ടുമില്ല, അങ്ങ് ഒത്തിരി പേസ്റ്റ് ആക്കാനും പാടില്ല. ആ ചീരയുടെ കൂടെ കിടന്നങ്ങ് വെന്ത് നല്ല മഷിയായിട്ടായി കിട്ടണമെന്നാണ്. നമുക്ക് ചീര ഒന്ന് തുറന്നു നോക്കാം. ആ ചീരയൊക്കെ ഒന്ന് വെന്ത് വാടി പകുതിയായി, നമ്മൾ എടുത്തതിൻ്റെ പകുതി അംശമായി ചീര അങ്ങ്. നമുക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇലയൊന്ന് കൈയെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇലയൊക്കെ നല്ലോണം ഇനി നമുക്ക് ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പൊന്ന് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തവി വെച്ച് ചീരയും പരിപ്പും കൂടെ നല്ല ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. കറിക്കൊരു തിള വന്നതിന് ശേഷം നമുക്ക് വീണ്ടും അടപ്പിട്ടൊന്ന് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനെ കറിയിലേക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരു ശകലം ഒരു കുറിയ പാകത്തിലാണ് ഈ കറി ഇരിക്കുന്നത്. പിന്നെ പരിപ്പിൻ്റെ ഗുണം കൊണ്ട് കറി ഒന്നുകൂടി ഒന്ന് വറ്റി കിട്ടുമ്പോഴേക്ക് കുറുകിപ്പോരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ കൂട്ടാൻ്റെ ശരിക്കും പാകം. കാരണം പരിപ്പ് ഒരു അംശം കൂടി കട്ടിയായിട്ട് കുറുകിയിരിക്കുമ്പോഴാണ് ചീരയും പരിപ്പും ഒന്ന് യോജിച്ച് കിട്ടുന്നത് നമുക്ക് കറിയിലേക്ക്. വെള്ളം കൂടി പോവുകയാണെങ്കിൽ ശരിക്കും രുചിയും കിട്ടില്ല, ആ ഒഴിച്ച് കഴിക്കാനും നമുക്ക് ആ ചോറിലേക്ക് അതങ്ങ് ശരിയായി കിട്ടത്തില്ല. ഇനി ചീരയും പരിപ്പും കൂട്ടി കഴിക്കാൻ നമുക്കിവിടെ സിമ്പിളായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാം. അതിലേക്ക് ഒരു 4-5 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ മുറിച്ച് വെള്ളത്തിലേക്ക് കഴുകി ഇട്ടിട്ടുണ്ട്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണ് മല്ലി, 1/2 ടീസ്പൂണ് ജീരകം, പിന്നെ ശകലം മല്ലിയിലയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്.
ആദ്യം മല്ലിയും ജീരകവും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇടികല്ലിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചീനിച്ചട്ടിയിലേക്ക് ശകലം എണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും മല്ലിയുടെയും കൂട്ടൊന്ന് അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് കഴുകി വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ശകലം വെള്ളം തിളച്ച് നമുക്ക് അടുപ്പിട്ട് അടച്ച് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് നല്ലോണം നിറമൊക്കെ മാറി ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. ശരിക്കും ചീരയും പരിപ്പും കൂട്ടി ചോറുണ്ണാൻ വേറെ ഒരു കൂട്ടാനും തന്നെ വേണമെന്നില്ല. സിമ്പിളായിട്ടുള്ള മെഴുക്കുവരട്ടി തന്നെ ധാരാളമാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കൂട്ടാനാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കൂടെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും തീർച്ചയായും ചെയ്തു തരണം.